ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 11, 12, 17 തിരുവചന ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അഹങ്കാരികളെക്കുറിച്ച് ദൈവം പറഞ്ഞു വെക്കുകയാണ്. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ തന്നിഷ്ടവും അഹങ്കാരവുമാണ് കൂടുതലായി നിഴലിച്ചു നിൽക്കുക. സ്വാർത്ഥതയിൽ ഒഴുകി നിൽക്കുന്ന ഒരു ജനമാണ്. അതാണ് സ്നാപക യോഹന്നാൻ ഈശോയെ നോക്കി പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. പാപങ്ങൾ എന്നവിടെ പറഞ്ഞില്ല, പാപം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ പാപത്തിനും ഒരു മൂല കാരണമുണ്ട്. ഇത് സ്വാർത്ഥയിൽ വന്ന് നിൽക്കും, ഇത് അഹങ്കാരത്തിലായി മാറാം. എല്ലാം സ്വാർത്ഥതയിലാണ് വന്ന് നിൽക്കുക. അവിടെ അഹങ്കാരമുണ്ടാകും, അഹന്ത തലയുയർത്തി നിൽക്കും. മറ്റുള്ളവരെല്ലാവരും നിസ്സാരക്കാരെന്നും ഞാൻ മാത്രം വലുതും എന്നുള്ളൊരു ചിന്ത മനുഷ്യനെ ഭരിക്കുന്നുണ്ട്. ഒരുവൻ്റെ കഴിവുകൾ, സമ്പാദ്യം, സൗന്ദര്യം, അവനേറ്റെടുക്കുന്ന ശുശ്രൂഷയിൽ ഉണ്ടാകുന്ന മികവ്, കുടുംബമഹിമയിൽ, വിദ്യാഭ്യാസത്തിൽ, ജോലിയിൽ, അങ്ങനെ വിവിധ മേഖലകളിൽ അഹങ്കരിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. തിരുവചനം നമ്മുടെ ഇങ്ങനെയാണ് പറയുക, അഹന്ത തല താഴ്ത്തും, അഹങ്കാരത്തെ എളിമപ്പെടുത്തും, കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും. ആ ദിവസത്തിൽ, കർത്താവിൻ്റെ ദിനത്തിൽ, അഹങ്കാരികളെ എളിമപ്പെടുത്തും, അഹന്തയെ ഇല്ലായ്മ ചെയ്യും. കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും. കർത്താവിനും ഒരു ദിനമുണ്ട്. പ്രൈസ് ലോർഡ്. അഹങ്കാരം നമ്മളെ നശിപ്പിച്ചു കളയുകയുള്ളൂ. തിരുവചനം പറയുക, പ്രഭാഷകന്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുക, അഹങ്കാരം ദൈവത്തെയും മനുഷ്യനെയും വേർപ്പിക്കുന്നു. അഹങ്കരിക്കാൻ നിനക്ക് എന്താണുള്ളത്? എല്ലാം ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമല്ലേ? ദൈവം നിന്നിൽ നിന്ന് ഈ പറഞ്ഞവയെല്ലാം നീക്കിക്കളഞ്ഞാൽ നീ എന്തുകൊണ്ട് നീ അഹങ്കരിക്കും? ഇതെല്ലാം ദൈവത്തിൻ്റെ സൗജന്യ ദാനമായിരിക്കെ ഞാൻ എന്തോ ആണെന്നുള്ള ഭാവവും ഇതെല്ലാം അഹന്തയിൽ നിന്ന് ഉളവാകുന്നതാണ്. സ്നേഹമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, കീൽ തൊട്ടാൽ കറപറ്റും, അഹങ്കാരിയോട് ചേർന്ന് നടക്കുന്നവൻ അഹങ്കാരിയായി മാറും. അഹങ്കാരത്തിൽ നിന്ന് മാറി വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമ്മൾക്ക് തീരുമാനമെടുക്കാം. നമ്മൾക്ക് ദൈവം അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. അവിടെ ദൈവത്തിന് നന്ദിയാണ് പറയേണ്ടത്. അവിടെ എന്നെ ഉയർത്തി കാണിക്കാൻ ഒരു ശ്രമം ഉണ്ടാകരുത്. ദൈവം എല്ലാം ചെയ്തുകൊള്ളും. പ്രൈസ് ലോർഡ്. എന്നെ ശ്രവിച്ച ഏവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ, ആശ്രയ മാതാവേ, വചനം ശ്രവിക്കുന്ന ഏവർക്കും വേണ്ടിയും പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ചുമയും തൊണ്ടവേദനയും പനിയും എല്ലാം ദൈവമേ അങ്ങ് കാണുന്നുണ്ടല്ലോ. കുട്ടികൾ സ്കൂളിൽ പോകാൻ സാധിക്കാതെ കുറേ ദിവസങ്ങൾ എടുത്ത് വിഷമിക്കുന്നു. മഞ്ഞപ്പിത്തവും ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭവനത്തിൽ 3 പേർക്ക് മഞ്ഞപ്പിത്തമാണ്.
കുട്ടികളുടെ രോഗങ്ങൾ ഏതാണ്ട് സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിതാവ് വളരെ സീരിയസ് ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കർത്താവേ, മഞ്ഞപ്പിത്ത രോഗത്താലും വേദനിക്കുന്ന ആ കുടുംബത്തെ ഞാൻ ഓർക്കുന്നു. ദൈവമേ, ആ സഹോദരന്റെ മേൽ നീ കരുണയുണ്ടാകണമേ. ആ സഹോദരനെ നീ അനുഗ്രഹിക്കണമേ. പൂർണ്ണമായും കുറവുകൾ അവന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബെന്നി എന്ന സഹോദരനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ബെന്നിയുടെ മഞ്ഞപ്പിത്ത രോഗത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു സൗഖ്യം കൊടുക്കണമേ. ഒരു മക്കളെയും നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുടുംബത്തിലുള്ള എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ തിരിച്ചോരയാൽ അവനെ കഴുകി വിശുദ്ധീകരിക്കണമേ. അവൻ്റെ ശരീരത്തിൻ്റെ കോശങ്ങളെ പുതുക്കി കൊടുക്കണമേ. രോഗാണുക്കളെ നിർവീര്യമാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.